ഇല്ലാതെ ഓട്ടോമാറ്റിക്കായിട്ട് നഷ്ടപ്പെട്ടു. പക്ഷെ രണ്ടാളും ഒരേ ജീവിതമാണെങ്കിലോ ആ ഭാഗത്തുകൂടെ തന്നെ മക്കളോട് വളരും. താത്തി എങ്ങനെ വെച്ചാൽ അതേമാതിരി മക്കളും ബന്ധോ ഇപ്പം ചെറുപ്പത്തിൽ ഈ കുട്ടിക്കൊക്കെ ചൊപ്പിയിട്ടിരിക്കണതാ. ഓനിപ്പോ വേറെ ആപ്പാന്റെ അടുത്തും കാക്കാരുടെ അടുത്തൊക്കെ കണ്ടപ്പോ ഓനും അങ്ങനെയായി. ഓനൊക്കെ അനക്കും കിട്ടുന്നൊക്കെ നല്ല തുടങ്ങിയപ്പോ ഓനും കൊടുത്തോളം വരാൻ തുടങ്ങി. ഓന് താലിമൂർക്കാടൊന്നുമല്ല ഇപ്പൊ അനക്കേക്ക് കൊണ്ടുവന്നത്. കുറച്ച് വലുതായി ഇവന്റെ പ്രായമൊക്കെ ആയാൽ പിന്നെ ഒരു അനക്കേക്ക് വരണമെങ്കിൽ താലിമൂർക്ക് വരണമെങ്കിൽ അള്ളാന്റെ വിഷയങ്ങൾ എന്തെങ്കിലും കേൾക്കണം, ദിക്കറിന്റെ സാധനക്ക് വരണം എന്നുണ്ടെങ്കിൽ ഒരുപാട് പണിയെടുക്കണം അല്ലേ? എന്നാൽ തന്നെ കിട്ടോ കിട്ടില്ലെന്ന് അറിയില്ല. അത് ചെറുപ്പം മുതൽ തന്നെ മക്കളെയും കൂടി ഇനി ആദ്യം കൂടി ഒരുമിച്ച് പോവാണെന്നുണ്ടെങ്കിൽ മക്കളും ഓട്ടോമാറ്റിക്കായിട്ട് എന്തോ എന്റെ കുട്ടിയൊക്കെ ആരംഭിക്കുന്നതൊക്കെ ഞാൻ ഒരു തൊപ്പിടാൻ പാടില്ല, ജുബിടാൻ പറഞ്ഞിട്ടില്ല. ഓന് തൊപ്പി കാണും ജുബ കാണും ഇങ്ങോട്ട് പറയാം. അങ്ങനെ ഒരു ജുബത്തെ ഞാൻ അടിച്ചു. ഇപ്പൊ അടിച്ചത് മുഴുവനും ജുബ ഓന് കുപ്പായില്ലാതായിരിക്കും. സ്കൂൾ പോകുമ്പോൾ തൊപ്പി ജുബയാണ്. സ്കൂളിൽ മാഷന്മാര് കുറെ പറഞ്ഞു തൊപ്പിയുടെ സ്കൂളിൽ വരുമ്പോൾ ഓൻ കഴിച്ചു. അത് കഴിഞ്ഞിട്ട് ഓൻ പോലും പിറ്റേന്ന് നമ്മൾ ഓൻ എന്തൊക്കെയും ഓനടുത്തേക്കല്ല, ഓൻ വീട്ടിട്ട് എന്ന് പറയുന്നില്ല. അങ്ങനെ ഓൻ തൊപ്പിയും ചുറ്റിയിട്ട് കൊണ്ട് ഇന്ന് സ്കൂളിൽ പോയി തുടങ്ങി. ഇന്നും അങ്ങനെ തന്നെ സ്കൂളിൽ പോകുന്നത്. ഇപ്പൊ 9ാം ക്ലാസ് 10ാം ക്ലാസ്സിലാണ്. ഇപ്പോഴും അങ്ങനെ തന്നെ സ്കൂൾ പോകണം. തൊപ്പിയുണ്ട് ചുറ്റിയിട്ട് കൊണ്ടാണ് സ്കൂളിൽ പോകുന്നത്. ഒരു പ്രശ്നമില്ല. ഒരിക്കൽ ടീച്ചർ വല്ലാതെ പറഞ്ഞപ്പോ ടീച്ചറിനെ എല്ലാവർക്കും വാങ്ങിക്കൊടുക്കുക. എല്ലാവരും ഇടട്ടെ തൊട്ട് ചേട്ടാ യൂണിഫോം വാങ്ങിച്ചോ. തൊട്ടേട്ട യൂണിഫോം എത്രയാണ് എല്ലാവർക്കും ഇടാൻ അർത്ഥമാണ്. വേറെ ഒന്നും ആണ്ട് കിട്ടുന്നില്ല. അർത്ഥം ചോദിച്ചത് ചേട്ടാ യൂണിഫോം ആണോ ഇത്? അവൻ കിട്ടിയിട്ടുണ്ട് പേര് അതെന്ത് ഓൻ കാണാൻ ചെറുപ്പം മുതൽക്കേ കാണാൻ തൊപ്പിയും ചുട്ടിയും താടിയുള്ള ആൾക്കാരെ അവൻ കാണുന്നത്. അപ്പൊ അങ്ങനത്തെ അല്ലാത്തവരായിട്ട് അവന് ബന്ധമില്ല. അവിടെ വരുന്നതൊക്കെ അങ്ങനത്തെ ഒരു പിന്നെ വാപ്പി അങ്ങനെ വാപ്പാനായിട്ട് ബന്ധമുള്ള ആൾക്കാരും അങ്ങനെ കാണുന്നവരൊക്കെ അങ്ങനെ വെല്ലിപ്പി അങ്ങനെ ഓനെന്തായി തൊപ്പി ചുറ്റി നമ്മൾ ആരും പറയാത്തതിനൊക്കെ ഉണ്ടത് ഓന് സന്തോഷമായി. ഇപ്പൊ 4-5 ഇപ്പുണ്ട് കുപ്പായില്ല. പാൻകുപ്പായൊക്കെ ഉണ്ടെന്നല്ലാതെ പുതിയ കുപ്പായ അടിച്ചല്ലേ. അപ്പൊ ഇതാരും പറഞ്ഞിട്ടല്ല, അത് ഓട്ടോമാറ്റിക്കായിട്ട് വരുവാണ്. നമ്മള് ശരിയായ നമ്മളെ മക്കളും എന്താവും നമ്മളെ വഴിക്ക് വരും. പറയേണ്ട ആവശ്യം വരില്ല. അല്ലെങ്കിൽ നമ്മൾ എത്ര പണ്ടും കാര്യമില്ല. ഉമ്മ വേറെ കുളത്തിലും വാപ്പ് വേറെ കുളത്തിലായ മക്കൾ ശരിയാവില്ല. ഈ മക്കൾ ഉമ്മാന്റെ ഒപ്പം നിൽക്കുക വാപ്പാന്റെ ഒപ്പം നിൽക്കുക. മക്കൾ ആരൊപ്പം നിൽക്കും? ഉമ്മാന്റെ ഒപ്പം കൂടി അതോ വാപ്പാന്റെ ഒപ്പം കൂടി? ഞാൻ എല്ലാവരും പോണമാതിരി പോക്കാണ്ട് പോലാണ്. ആ കുട്ടികൾക്കും സ്നേഹം കുറയും. ഈ കുട്ടി തൊപ്പിയും ചുറ്റി ഇരുന്ന കുട്ടിയാണ്. എന്നാ വാപ്പാന്റെ സ്നേഹം ഉണ്ടാവും, അല്ലേ ഉമ്മാന്റെ സ്നേഹം ഉണ്ടാവും. രണ്ടിനും സ്നേഹിക്കാൻ കഴിയില്ല. രണ്ട് കുളത്തിലാണ്. മനസ്സിലായോ? അപ്പൊ അങ്ങനെ മക്കളെയും കൂടി ദീനിയായിട്ട് വളർത്തുക എന്നുള്ളത് നമ്മുടെ ബാധ്യതയാണ്. നമ്മൾ ഓരോരുത്തരും കടമയാണ്. മക്കളെ തെർബിയത്ത് ചെയ്യാൻ വേണ്ടിയാണ് അള്ളാഹു തആല നമ്മളെ തന്നത്. നമ്മളെ മക്കൾ എന്ന അള്ളാഹു തആല നമുക്ക് നൽകിയതാണ്. ഇത് അവന്റേതാണ്, അവൻ സൃഷ്ടിച്ചതാണ്, അവനാണ് ഇതിനെ വളർത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിനെ ദീനിയായ നിനക്ക് വളർത്തുക എന്നുള്ളതാണ് നമ്മുടെ ചുമതല, നമ്മുടെ ബാധ്യത. അതിന് രോഗം വരാതെ നോക്കുക എന്നുള്ളതല്ല. ഇതിനെ ദീനിയായിട്ട് വളർത്തുക എന്നുള്ളതാണ് നമ്മുടെ ചുമതല. അതിനുവേണ്ടിയാണ് ഈ മക്കളെ ഈ ഉമ്മാക്കും വാപ്പാക്കും കൊടുത്തത്. ഉമ്മാന്റെ അടുത്തും വാപ്പാന്റെ അടുത്തും ദീനുണ്ടെങ്കിൽ ഈ മക്കളടുത്തും ദീനുണ്ടാവും. ഉമ്മാന്റെ അടുത്തും വാപ്പാന്റെ അടുത്തും ദീനില്ലേ എന്നാ മക്കളടുത്തും ദീനുണ്ടാവില്ല. ഉമ്മ നിസ്കരിക്കുന്നുണ്ടോ വാപ്പ നിസ്കരിക്കുന്നുണ്ടോ കുട്ടികൾ നിസ്കരിക്കും. ഉമ്മാന്റെ അടുത്ത് വാപ്പാന്റെ അടുത്ത് നിസ്കാരമില്ലേ എന്നാ കുട്ടികൾക്കും ഉണ്ടാവില്ല. ഈ നാട്ടിൽ ഖുർആനെ പോകലുണ്ട് എന്നാ ഓനും ഉണ്ടാവും. ഈ നാട്ടിൽ എനിക്ക് നിൽക്കണോ കാര്യവും ഒക്കെ ഉണ്ട് എന്നാ ഓനും ഉണ്ടാവും, ഇല്ലെങ്കിൽ ഓനും ഉണ്ടാവില്ല. തന്നെ ഉള്ളു മാറ്റം. അപ്പൊ ഇത് രണ്ടും ഭാര്യയും ഭർത്താവും 2 കോലത്തിലായാൽ ഒരിക്കലും മക്കളുണ്ടാവില്ല, നേരെ വരില്ല. ഇത് ഉമ്മ തെരീകത്താനാണെങ്കിൽ മകനെന്താക്കും? അതിനനുസരിച്ച് ഇങ്ങനെ വളർത്തിക്കൊണ്ടുവരും വാപ്പതിനെതിരേക്കാൻ.
ഉണ്ടേ കഴിച്ചേണ്ട തൊപ്പി എന്നാണ് ആ പറയും. ഈ വാപ്പയുടെ തിരികെത്താന്നെ വാപ്പ തൊപ്പിയിട്ട് കൊടുക്കും, ഉമ്മ അത് എടുത്ത് വെക്കും ചെയ്യും. രണ്ടാണ് കൊണ്ടുവന്നു. ഈ ഒരു പ്രവർത്തനം മതി എന്താണ് ഉമ്മ ദീനിയായിട്ട് വളർത്താൻ നല്ല താല്പര്യമുണ്ട് കുട്ടിന്, അങ്ങനെ അതിന്റെ തൊപ്പി കുപ്പായൊക്കെ ഇട്ട് കൊടുത്ത് അത് വാപ്പനെ എതിർത്ത് ഇന്ന് അത് മതി ഉമ്മാക്ക് വാപ്പാനോട് ഈ ഭാര്യക്ക് ഭർത്താവിനോട് മാനസികമായിട്ട് അകൽത്ത് വരാൻ കാരണം അത് മതി. നേരെ തിരിച്ച് ഉൾത്തി മനസ്സിലാകണം ഒക്കെട്ടോ. വാപ്പ തൊപ്പി കുപ്പായൊക്കെ ഇടുന്ന ആളാണ്, ജിബും തൊപ്പി താഴത്തെ എത്തി ഇങ്ങനെ ഇടക്കൊക്കെ നിൽക്കണമൊക്കെ പോകുന്ന ആളാണ്. ഓൻ ഇടക്കിടക്കൊക്കെ എന്താക്കും കുട്ടിന്. നമ്മളൊക്കെ എല്ലാവരും ചെയ്യുന്ന അങ്ങനെ തന്നെയാണ് പറയുന്നത്. അപ്പൊ ഉദാഹരണം പറയാൻ വേണ്ടിയില്ല ഇപ്പൊ എല്ലാവർക്കും. ആ ഉമ്മാക്ക് എന്തുണ്ടാവും ഇത്ര ചെറുപ്പത്തിൽ തന്നെ ഇപ്പൊ പെണ്ണൊക്കെ കേട്ടെ എന്നിട്ടൊക്കെ ഇപ്പൊ തന്നെ ഒന്നും വേണ്ട തൊപ്പിയും കുപ്പായും താടിയൊന്നേ. ഇപ്പൊ കല്യാണമൊക്കെ കഴിഞ്ഞ് കുറച്ചുകൂടി ഒക്കെ വലുതായിട്ടൊന്നല്ലാതെ ഇപ്പൊ തന്നെ അങ്ങനെ താണ്ട. അപ്പൊ ദീനിയായിട്ട് വളരാൻ ഉമ്മ തടസ്സാകാണ് വാപ്പ തടസ്സാകാൻ. വാപ്പ ദീനിയായിട്ട് വളർത്തുകയാണെങ്കിൽ ഉമ്മ തടസ്സം, ഉമ്മ ദീനിയായിട്ട് കുട്ടിനെ വളർത്തുകയാണെങ്കിൽ വാപ്പ തടസ്സം. വളരില്ല ദീനിയായിട്ട്. വാപ്പി ഉമ്മയും എന്താണോ ആദ്യം അവരെടുത്ത് ദീന് വേണം, വാപ്പാന്റെ അടുത്ത് വേണം, ഉമ്മാന്റെ അടുത്ത് വേണം. അതോടുകൂടി ഇവർ തമ്മിലുള്ള സ്നേഹവും ബന്ധുമാണ് ഈ മക്കൾക്ക് കാണാനും പഠിക്കാനുള്ളത്. ഇവരുടെ ജീവിതമാണ് ഈ മക്കൾക്ക് പഠിക്കാനുള്ളത്. അങ്ങനത്തെ ഒരു ജീവിതം, ദീനിയായിട്ടുള്ള ഒരു ജീവിതം ഉമ്മാന്റെ അടുത്തും വാപ്പാന്റെ അടുത്തുണ്ടായ മക്കളും എന്തായി. അല്ലെങ്കിൽ ഈ മക്കള് കുറച്ച് കേട്ടോളി, ഇങ്ങോട്ട് കാലേക്കാണ് പറഞ്ഞത്, മുമ്പ് എപ്പോഴും പറഞ്ഞു നടത്താനാണ്. ഈ പൊതു ക്ലാസ്സിലാണായതൊക്കെ എല്ലാം പറയില്ല, താലീമിലാവുന്നതും എല്ലാം പറയില്ല. താലീമിൽ പറയേണ്ട ആവശ്യമില്ല, താലീം ഒരാൾക്ക് വിദ്യാഭ്യാസത്തിന് അവർക്ക് ഇല്ലാതെയാവും, അതുകൊണ്ടാണ് പറയേണ്ട ആവശ്യം വരാത്തത്. ഉമ്മയും വാപ്പയും ശ്രദ്ധിക്കാത്തത് കാരണം മക്കള് ചീത്തയായി പോയാൽ ഈ വാപ്പയും മക്കളൊക്കെ മരിച്ച നാളെ മഴ ചെയ്യുന്ന സമയത്തും മക്കള് പറയാണ് അള്ളഹാനോട്, പടച്ചോനെ എവിടെയാണ് ഐറ്റങ്ങളെന്ന്. ആര് ഈ വാപ്പയും എവിടെയോ പടച്ചോനെ ഓരോന്ന് റബ്ബി അരിഞ്ഞി കാണിച്ചുണ്ടോ പടച്ചോനെ, ഉമ്മാനും വാപ്പാനും കാണിച്ചിട്ടുണ്ടോ? എന്തിനു സ്നേഹിച്ചിട്ടല്ല, റബ്ബി അരിനി ഫോൺ ഓടിയുന്നതാണ്. അരിനല്ലതീന അവല്ലാന, റബ്ബി അരിനല്ലതീന അവല്ലാന. ഞങ്ങളെ വഴി വ്യാപിച്ചതായിരിക്കുന്ന മാതാപിതാക്കൾ എവിടെയാണ് ഓരോട് കാണിച്ചിരുന്നു അള്ളാഹോട് പറയാം. എന്തിനാ? താഴത്ത അകദാമിന പോലെ രണ്ടാളും ഞങ്ങളെ കാലിന്റെ ചൂടിലാക്കാനാണ്. അടിയിലത്തെ ചൂട് സഹിക്കാൻ കഴിയില്ല. ഞങ്ങൾ ഈ അവസ്ഥയിലേക്ക് എത്തിച്ചത് ഞങ്ങളെ മാതാപിതാക്കളാണ്, അവരെ കാണിച്ചുകൊണ്ട് അള്ളാഹോട് പറയാണ് ഓരോട് കാണിക്കൊണ്ട. ഓല എവിടെയാണ്? ഓല ഞങ്ങളെടുത്ത് കൊണ്ടുവര്, എന്നിട്ട് ഞങ്ങളെ കാലിന്റെ ചൂട്ടിലാക്കട്ടെ ഓല നെഞ്ഞത്ത് ഞങ്ങൾ കയറി നിൽക്കട്ടെ എന്ന്. ഇമ്മാന്റി മാപ്പാന്റി നെഞ്ഞത്ത് കയറി നിൽക്കട്ടെ എന്ന് ഈ മക്കള് പറയണം. എങ്ങനെയുണ്ട്? ഇത് നമ്മൾ അനുഭവിക്കേണ്ടി വരും. നമ്മൾ സ്വാധീനങ്ങളായിരിക്കാം, അനക്കുണ്ടാവും, നിക്കുണ്ടാവും, താലീമുണ്ടാവും, ഒക്കെ ഉണ്ടാവും. പക്ഷെ മക്കളെ നമ്മൾ നല്ല എനിക്ക് വളർത്തിലായെങ്കിൽ ഈ മക്കള് കാരണം നമ്മൾ നരകത്തിലേക്ക് പോകേണ്ടി വരും. അതുകൊണ്ടാണ് അമ്പുസക്കും അഹ്ലീക്കും കൂട്ടി. നിങ്ങൾ മാത്രം നന്നായ പോരാ, നിങ്ങളെ മക്കളും കൂടി കൂട്ടിക്കൊള്ളി നന്നാവാൻ. എത്ര വലിയ അപകടമാണ് നോക്കണം. ഭാര്യ പറയും, പിന്നെ അയാൾ അൽക്കൊക്കെ വിൽക്കുന്നു താലീമിനൊക്കെ പോയിരുന്നു, എന്നോട് അയാൾ വാർത്താന്നും പറഞ്ഞു, ഞാനതൊന്നും അറിയില്ലായിരുന്നു എന്ന് ഭാര്യ, ഈ സ്നേഹിക്കണ ഭാര്യ പറയും. അതൊക്കെ ഇവിടുന്ന് മനസ്സിലായിക്കോളൂ. ഇതൊക്കെ നാളെ ഞമ്മക്ക് എതിരേക്കാരെന്ന്. ഇപ്പൊ ഞമ്മക്ക് നല്ല ഇതെങ്ങനെ ഞമ്മക്ക് എതിരാവുമെന്ന് തോന്നും. ഈ കുട്ടികളെങ്ങനെ ഞമ്മക്ക് എതിരിൽ പറയും അള്ളഹാനോട്? ഈ പെണ്ണുങ്ങളെ എങ്ങനെ ഇത്ര സ്നേഹിക്കുന്ന പെണ്ണുങ്ങൾ എന്റെ അള്ളാന്റെ മുന്നിൽ എന്ത് കുറ്റം പറയോ എന്നൊക്കെ ഇപ്പൊ തോന്നും. ഇത് അള്ള പറയാം, ഇങ്ങനെ പറയുന്നു. അപ്പൊ നമ്മളെ മക്കളെ നമ്മൾ എന്താക്കണം? ദീനിയായിട്ട് വളർത്തണം. അതിനാദ്യമായിട്ട് ഭാര്യ ഭർത്താവ് എന്നാണ്, വാപ്പ അമ്മ എന്നാണ്. നമ്മളെന്താണോ നമ്മളിപ്പോ ഈ വാപ്പ എന്നാണ് ആൾക്കാരൊക്കെ ഈ ഗുരുവിനെയുള്ളപ്പോ നമ്മൾ ആദ്യം
അള്ളാഹുവിന്റെ താല്പര്യത്തിലും അവന്റെ ഇഷ്ടത്തിലുമായിട്ട് ജീവിക്കണം എന്നെങ്കിലേ നമ്മൾ